ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം. കോപം നിയന്ത്രിക്കാനുള്ള വഴികൾ. കോപം ശക്തിയുടെ പ്രകടിത രൂപമാണ്. അതിനെതിരെ നേരിട്ട് പോരാടുകയെന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യമായി അതിൻ്റെ ശക്തി അല്ലെങ്കിൽ വേഗത, ആവർത്തനം, ദൈർഘ്യം ഇവ കുറയ്ക്കാൻ ശ്രമിക്കുക. ദുർഘടമായ ഈ വൃത്തിയെ കുറക്കാൻ പരിശ്രമിക്കുക. മനോമണ്ഡലത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു വലിയ അലയായി രൂപം പ്രാപിക്കാൻ അതിനെ അനുവദിക്കരുത്. ഉപബോധ മനസ്സിൽ പ്രകോപനത്തിൻ്റെ രൂപത്തിൽ ഉള്ളപ്പോൾ തന്നെ അതിനെ നശിപ്പിച്ച് കളയുക. മനസ്സിൻ്റെ ദിശ മാറ്റുക. ദൈവീക ചിന്തകൾ കൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുക. കൃത്യമായി ജപമോ കീർത്തനമോ ചെയ്യുക. ഏതെങ്കിലും പ്രാർത്ഥനയോ ഭഗവത്ഗീത, രാമായണം, ഉപനിഷത്ത് ഇവയിലെ ശ്ലോകങ്ങളോ ഉരുവിടുക. സഹനശക്തി, സ്നേഹം, ക്ഷമ തുടങ്ങിയ ദൈവീക ഗുണങ്ങൾ ക്രമേണ വികസിപ്പിക്കുക. കോപം തനിയെ നശിക്കും. പ്രകോപനത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ ഘടകം മുഖ്യമാണ്. പാൽ, പഴങ്ങൾ, ചെറുപയർ, തൈര്, ചീര, ബാർലി, നിലക്കടല, മോര് മുതലായ സാത്വിക ആഹാരങ്ങൾ കഴിക്കുക. ക്യാരറ്റ്, ഉള്ളി, വെളുത്തുള്ളി, കോളിഫ്ലവർ, മസൂർ പരിപ്പ്, മുരിങ്ങക്കായ എന്നിവ കഴിക്കരുത്. എരിവുള്ള കറി, ചട്ടണി, മാംസം, മദ്യം, പുകവലി ഇവ ഉപേക്ഷിക്കുക. പുകവലി, മാംസാഹാരം, മദ്യപാനം ഇവ ഹൃദയത്തെ പ്രകോപിപ്പിക്കുന്നു. അതുകൊണ്ട് അതെല്ലാം പൂർണ്ണമായും ഉപേക്ഷിക്കണം. പുകയില ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കുന്നു. പുകയില ഹൃദയത്തിന് കാരണമാകുന്നു. അത് എളുപ്പത്തിൽ പ്രകോപിതമാകും. ഒരു സംഭാഷണത്തിനിടയിലോ സംവാദത്തിലോ കോപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ളപ്പോഴെല്ലാം നിങ്ങളുടെ സംഭാഷണം നിർത്തുക. വാദിക്കരുത്. ചൂടേറിയ സംവാദങ്ങളിലും ചർച്ചകളിലും ഏർപ്പെടരുത്. എപ്പോഴും സൗമ്യമായും മധുരമായും സംസാരിക്കാൻ ശ്രമിക്കുക. വാക്കുകൾ മൃദുവായതും വാദഗതികൾ കഠിനവുമായിരിക്കണം. വാക്കുകൾ കഠിനമാണെങ്കിൽ വിയോജിപ്പ് ഉണ്ടാകാം. മധുരമായി സംസാരിക്കുക. കുറച്ച് സംസാരിക്കൂ. സൗമ്യത പുലർത്തുക. കുലീനത പുലർത്തുക. മൃദുവായിരിക്കുക. ശാന്തത, സൗമ്യത ഇവ വീണ്ടും വീണ്ടും വളർത്തുക. കോപത്തെ ശുദ്ധമായ വിവേകത്താൽ നിയന്ത്രിക്കുക. ഒരു മനുഷ്യൻ നിങ്ങളെ നായ എന്നോ കഴുത എന്നോ വിളിച്ചാൽ നിങ്ങളെ അപമാനിച്ചതായി എന്തിനു വിചാരിക്കുന്നു? നിങ്ങൾക്ക് നായയെപ്പോലെ 4 കാലുകളും വാലും വന്നുവോ? ഈ അധിക്ഷേപം എന്താണ്? ഇത് ആകാശത്തിലുള്ള വെറും സ്പന്ദനമല്ലേ? ഒരു ദിവസം നിങ്ങളുടെ സേവകൻ സാധാരണ തരാറുള്ള പാൽ തരുന്നതിന് വീഴ്ച വരുത്തിയാൽ നിങ്ങൾ കോപിക്കുന്നു. നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക: ഞാൻ എന്തിന് ഈ പാലിന് അടിമയായി? കോപത്തിൻ്റെ തരംഗം സ്വാഭാവികമായി ശമിക്കും. നിങ്ങൾക്ക് ശ്രദ്ധയും ആലോചനയും ഉണ്ടെങ്കിൽ മറ്റ് അവസരങ്ങളിലും അത് ഉയരുകയില്ല. മുഖം ചുളിക്കാൻ 40 പേശികളും പുഞ്ചിരിക്കാൻ 15 പേശികളും മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ എന്തിനാണ് കൂടുതൽ പരിശ്രമിക്കുന്നത്? കോപം അടക്കുവാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഉടനെ ആ സ്ഥലം വിടുക. ദീർഘനേരം നടക്കുക. തണുത്ത വെള്ളം കുടിക്കുക. ഓം ശാന്തി എന്ന് 108 തവണ ജപിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവതാ മന്ത്രം ജപിക്കുക. അല്ലെങ്കിൽ 1 മുതൽ 30 വരെ എണ്ണുക. കോപം ശമിക്കും. ആത്മനിയന്ത്രണവും പ്രശാന്തതയും. മനുഷ്യനിൽ നന്മയും തിന്മയും ഉണ്ട്. മനുഷ്യൻ രണ്ടിൻ്റെയും മിശ്രിതമാണ്. എല്ലാ സൃഷ്ടികളിലും സദ്ഗുണങ്ങളുടെയും തിന്മയുടെയും ശക്തികൾ അടങ്ങിയിരിക്കുന്നു. തിന്മയുടെ നിയന്ത്രണവും നന്മയുടെ സജീവമായ അഭ്യാസവുമാണ് മനുഷ്യനെ മറ്റ് സൃഷ്ടികളെക്കാൾ ഉയർത്തുന്നത്. കോപം തിന്മയെ ഹാനികരമായ പ്രവർത്തനമാക്കി മാറ്റുന്നു. ആത്മനിയന്ത്രണം തിന്മയെ തടയുകയും നന്മയ്ക്ക് പ്രവർത്തിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു. കോപം നിയന്ത്രിക്കുമ്പോൾ ദുഷ്ടത നിയന്ത്രിക്കപ്പെടുന്നു. നന്മ പ്രബലപ്പെടുന്നു. നിഷ്ഠൂരത, ക്രൂരത, വേദനയും വേദനിപ്പിക്കലും, പ്രതികാരം, അക്രമം, യുദ്ധം, നാശം ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് കോപത്തിലൂടെയാണ്. നിങ്ങളുടെ ധാരണ വ്യക്തമാവുകയും വിവേചനം സജീവമാകുകയും ചെയ്യുന്നു. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും. നിങ്ങൾ സംഭ്രമമില്ലാതെ നേരായ ഇടുങ്ങിയ സദാചാരത്തിൻ്റെ നേർവഴിയിലൂടെ മുന്നോട്ട് പോകൂ. അത്യാഗ്രഹം കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ പ്രകോപനം കൊണ്ടോ അസഹ്യത കൊണ്ടോ ഒരു ജീവിയെയും വേദനിപ്പിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത്. കോപവും ദുഷ്ടസ്വഭാവവും ഉപേക്ഷിക്കുക. പോരാടുവാനുള്ള ആവേശം ഒഴിവാക്കുക.
ശാന്തത എല്ലായ്പ്പോഴും നിലനിർത്താൻ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. എല്ലാ പരിതസ്ഥിതികളിലും ശാന്തമായും സമാധാനമായും ഇരിക്കുക. ദൈവീകമായ പ്രകാശം ശാന്തമായ മനസ്സിൽ മാത്രമേ ഉദിക്കുകയുള്ളൂ. ശാന്തമായ മനസ്സുള്ള ഒരു സാധകന് മാത്രമേ ആഴ്ന്ന ധ്യാനത്തിലേക്കും നിർവികൽപ്പ സമാധിയിലേക്കും പ്രവേശിക്കാൻ കഴിയൂ. അവന് മാത്രമേ നിഷ്കാമ കർമ്മയോഗം പരിശീലിക്കാൻ കഴിയൂ. നിരന്തരവും കഠിനവുമായ പ്രയത്നത്തിലൂടെ ശാന്തത അല്ലെങ്കിൽ ശമം എന്ന ഗുണത്തെ വീണ്ടും വീണ്ടും വളർത്തുക. ശാന്തത ഒരു പാറ പോലെയാണ്. പ്രകോപനമുണ്ടാക്കുന്ന തിരമാല അതിൽ അടിച്ചേക്കാം, പക്ഷേ അതിനെ ബാധിക്കുകയില്ല. പ്രശാന്തമായ ആത്മാവിനെ പരിവർത്തനമില്ലാത്ത ആനന്ദത്തെ ദിവസവും ധ്യാനിക്കൂ. അത്യുദാത്തമായ ഈ ഭാവം ക്രമേണ നിങ്ങൾക്ക് ലഭിക്കും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാനും നന്മയ്ക്ക് പകരം നന്മ ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ളതും ഉദാത്തവുമാണ്. തിന്മയിലേക്കുള്ള അധോഗതി വളരെ സുലഭവും നന്മയിലേക്കുള്ള ഊർധ്വഗതി പ്രയാസമേറിയതുമാണ്. അത് മുള്ളു നിറഞ്ഞതും ചെങ്കുത്തായതുമാണ്. തിന്മയ്ക്കെതിരെ നന്മ ചെയ്യുവാൻ ബലവും ജ്ഞാനവുമുള്ളവരാരാണോ അവർ അനുഗ്രഹീതരാണ്. അവർ ഈ ഭൂമിയിലെ യഥാർത്ഥ ദൈവങ്ങളാണ്. അവതാരം. യേശുദേവൻ അവതരിച്ചപ്പോൾ മാലാഖമാർ ഈശ്വരനെ സ്തുതിച്ച് മനോഹരമായ ഒരു പാട്ട് പാടി. അത് ആ അവതാരത്തിൻ്റെ ഉദ്ദേശത്തെ പ്രകാശിപ്പിക്കുന്നതായിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ഭൂമിയിൽ സമാധാനവും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സഹജീവികളുടെ നേരെ സൗമനസ്യവും ഉണ്ടാകുവാനും ഈശ്വരൻ്റെ പരമോന്നതമായ മഹത്വവും സത്യവും പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി യേശുദേവൻ മനുഷ്യരുടെ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഈശ്വരാവതാരത്തിൻ്റെ നിയമം. ഭൂമിയിലെ ഈശ്വരാവതാരത്തിൻ്റെ നിയമം എല്ലാ സ്ഥലത്തും എപ്പോഴും ഒന്ന് തന്നെയാണ്. ഈശ്വരൻ്റെ അവതാരം മനുഷ്യൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ്. ഓരോ അവതാരത്തിൻ്റെയും ലക്ഷ്യം വളരെ വലുതായ ആപത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുകയും ദുഷ്ടരെ നശിപ്പിക്കുകയും ധർമ്മനിഷ്ഠരായവരെ രക്ഷിക്കുകയുമാണ്. കൃഷ്ണൻ പറയുന്നു, എപ്പോഴെല്ലാം ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു. സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുർജനങ്ങളെ ശിക്ഷിക്കുവാനും ധർമ്മത്തെ സ്ഥിരമായി പുനഃസ്ഥാപിക്കുവാനും ഞാൻ യുഗങ്ങൾ തോറും ജനിക്കുന്നു. അധർമ്മം വളരുകയും ധർമ്മം ക്ഷയിക്കുകയും ചെയ്യുമ്പോൾ ആസുരിക ശക്തി ദൈവിക ശക്തിയേക്കാൾ പ്രബലമാകുമ്പോൾ, ദൈവത്തിൻ്റെ രാജ്യം അല്ലെങ്കിൽ ദൈവദൂതന്മാരുടെ ഉപദേശങ്ങൾ മറക്കുമ്പോൾ, അനുസരിക്കാതിരിക്കുമ്പോൾ, മതഭ്രാന്ത് ധർമ്മശാസ്ത്രങ്ങളുടെ സത്ത നശിപ്പിച്ച് വെറും വാക്കുകളുടെ പിന്നാലെ പോകുമ്പോൾ, മനുഷ്യനെ ധർമ്മത്തെ രക്ഷിക്കാനായി ഈശ്വരൻ ഭൂമിയിൽ അവതരിക്കുന്നു. ഭൗതിക തലത്തിലേക്ക് വരുമ്പോൾ ഈശ്വരൻ മനുഷ്യരൂപം ധരിക്കുന്നു. അദ്ദേഹത്തെ അവതാരം എന്ന് പറയുന്നു. ജീവൻ മുക്തനും അവതാരവും തമ്മിലുള്ള വ്യത്യാസം. ഒരു സാധാരണ ജീവൻ മുക്തൻ രാത്രി പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം പോലെയാണ്. അദ്ദേഹം ഒരു ചെറിയ പ്രകാശം മാത്രമേ നൽകുന്നുള്ളൂ. താപസും സാധനയും ചെയ്ത് ഏതോ ഒരു വിധത്തിൽ അദ്ദേഹം മറുകരയിലെത്തി. വളരെയധികം ആളുകളെ ഉന്നതിയിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഒരു നീരുറവയിലെ ജലം കുറച്ച് തീർത്ഥാടകരുടെ ദാഹം മാത്രം ശമിപ്പിക്കുന്നത് പോലെ ഈ കേവലജ്ഞാനിക്ക് കുറച്ച് ആളുകൾക്ക് മാത്രം സമാധാനം നൽകാൻ കഴിയുകയുള്ളൂ. ഒരു അവതാരം ഊർജ്ജസ്വലനാണ്. അദ്ദേഹം വലിയ മാനസ സരോവർ പോലെയാണ്. ആയിരക്കണക്കിന് പുരുഷന്മാരുടെയും സ്ത്രീജനങ്ങളുടെയും അജ്ഞാനമാകുന്ന തിരശീല മാറ്റി പരമമായ വിശ്രമസ്ഥലം, ആനന്ദം, ഉന്നതി ഇവിടേക്ക് കൊണ്ടുപോകുന്നു. അവതാരങ്ങൾ പരമാത്മാവ് തന്നെയാണ്. അവൻ വ്യക്തിഗത ആത്മാക്കളെപ്പോലെ ഭാഗങ്ങളല്ല. അവതാരങ്ങൾ ഈശ്വരൻ്റെ കിരണങ്ങളാണ്. അവരുടെ ലോകസംഗ്രഹമാകുന്ന കർമ്മം പൂർത്തിയാക്കിയാൽ അവർ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നു.